വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം ഇവിടെ ഗ്യാസ് സ്റ്റൗവിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രം എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള നേർത്തതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 മീഡിയം സൈസ് സവാളക്ക് കണക്കായിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിത് അരിയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് പകരം സവാള തന്നെ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഒരു 3 മീഡിയം സൈസ് സവാള വേണം ചേർക്കാനായിട്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുത്തതിന് ശേഷം ഈ സവാളയും ചെറിയുള്ളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സവാളയൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. അപ്പോൾ ഈ സവാളയും ചെറിയുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഈ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ സമയം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തതും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ചേർക്കുന്നതായിരിക്കും പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഒരല്പം നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വേണം വെക്കാനായിട്ട്. ഈ തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫിൽ തന്നെയാണുള്ളത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി ഏറ്റവും ലോയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് പൊടികളൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. തുടർച്ചയായിട്ട് ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പൊടികൾ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നേരം ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പൊടികളൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കണം. ഇതിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മൂടി വെച്ചിരിക്കുന്ന തക്കാളിയൊക്കെ ഒന്ന് വേവായോ നോക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് വേവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് സ്മാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ലോയിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ ആ ഒരു പച്ച കുത്തലൊന്ന് മാറുന്നവരെ 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നമ്മുടെ മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലയും നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് നേരത്തോളം ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം അടി കട്ടിയില്ലെങ്കിൽ ഈ ചിക്കനൊക്കെ അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഈ ചിക്കനൊക്കെ വേവുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. ഇനി ഒന്നുകൂടെ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അല്പനേരം ഒന്ന് വേവിച്ചതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളതാണ്.
അപ്പോൾ ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞേ. ഈ സമയം ഞാൻ ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ എരിവൊക്കെ ഇവിടെ കറക്റ്റായിരുന്നു. ഉപ്പ് ഞാൻ ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് വേവാനായിട്ടുണ്ട്. അപ്പോൾ അത് വേവാനായിട്ട് ഒരല്പം നേരം കൂടെ ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വേവായിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ നല്ല പാകത്തിന് തന്നെയുണ്ട്. അതുപോലെ ഗ്രേവിയും എനിക്ക് ഇത്രമാത്രമേ ഗ്രേവി ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂടി വെച്ച് വേവിക്കുന്നതിന് മുന്നേ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട്. അതുപോലെ ഇത്രത്തോളം ഗ്രേവി വേണ്ടെങ്കിൽ ഇതൊരല്പം നേരം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.